പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് മാസം 11 തിങ്കളാഴ്ച. അപ്പസ്തോല പ്രവൃത്തികൾ 5-ാം അധ്യായം 41-ാമത്തെ വാക്യം. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടുപോയി. യേശുവിൻ്റെ നാമത്തിൽ സുവിശേഷം ധൈര്യത്തോടെ പ്രസംഗിച്ച അപ്പസ്തോലന്മാർ അന്നത്തെ മതനേതാക്കളാൽ പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരുടെ കാഴ്ചയിൽ അത് അപമാനകരമായ ഒരു അനുഭവമായിരുന്നു. എന്നാൽ അതിനുശേഷം അവർ സഭയിൽ നിന്ന് പുറപ്പെട്ടത് ദുഃഖത്തോടെയല്ല, മറിച്ച് അത്യന്തം സന്തോഷത്തോടെ ആയിരുന്നു. എന്തുകൊണ്ടാണ് അവർക്കിങ്ങനെ പ്രതികരിക്കുവാൻ സാധിച്ചത്? കാരണം ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപമാനം സഹിക്കാനുള്ള യോഗ്യത അവർക്ക് ലഭിച്ചതായി അവർ കരുതിയിരുന്നു. ഇന്ന് ഈ വചനം നമ്മോട് സംസാരിക്കുന്നത് ക്രിസ്തുവിനായി സഹിക്കുന്നവൻ ദുഃഖത്തിനിടയിലും സന്തോഷം കണ്ടെത്തുന്നു എന്ന സന്ദേശമാണ്. ലോകം നമ്മെ വിലയിരുത്തുന്നത് വിജയവും പരാജയവും കൊണ്ടാണ്. എന്നാൽ ദൈവം നമ്മെ വിലയിരുത്തുന്നത് നമ്മുടെ വിശ്വസ്തത കൊണ്ടാണ്. അപ്പസ്തോലന്മാർക്ക് ലഭിച്ച മുറിവുകൾ അവരുടെ തോൽവിയുടെ അടയാളമായിരുന്നില്ല, മറിച്ച് അതവരുടെ വിശ്വാസത്തിൻ്റെ മുദ്രയായി മാറി. ലോകപ്രകാരം അവർക്ക് ലഭിച്ച ശിക്ഷ അവരുടെ ആത്മവിശ്വാസത്തെ തകർത്തില്ല, അതിനെ കൂടുതൽ ഉറപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസം കൊണ്ട് നാം പരിഹസിക്കപ്പെടാം, നിരസിക്കപ്പെടാം, ചിലപ്പോൾ നഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വന്നേക്കാം. കുടുംബത്തിലും ജോലിസ്ഥലത്തും സമൂഹത്തിലും ക്രിസ്തുവിനെ പിന്തുടരുന്നതിൻ്റെ പേരിൽ നമുക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് ഓർമ്മിപ്പിക്കുന്ന ഇതാണ്: ദൈവത്തിനായി നിൽക്കുമ്പോൾ ദൈവം നമുക്കുള്ളതായ വേദനകളെ മഹത്വമായി മാറ്റും. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല, മറിച്ച് പ്രശ്നങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതായ ഒരു ജീവിതമാണ്. ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ നാം എന്ത് ചെയ്യണം? ആദ്യമായി നാം നേരിടുന്ന ചെറിയ അപമാനങ്ങളെയും കഷ്ടങ്ങളെയും ദൈവത്തിനായി സഹിക്കാനുള്ള മനസ്സ് വളർത്തേണ്ടതുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും നാം വിശ്വസ്തരാകുമ്പോൾ ദൈവം വലിയ കാര്യങ്ങളിൽ നമ്മെ ശക്തരാക്കും. അതുപോലെ പ്രതിസന്ധികൾ വരുമ്പോൾ നാം നിരാശരാകാതെ അതിലൂടെ ദൈവം എന്താണ് പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എന്നത് അറിയുക. ഓരോ പരീക്ഷണവും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള ഒരു അവസരമാണ് എന്നത് ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മെ എതിർക്കുന്നവരോട് പോലും സ്നേഹിക്കാനും ക്ഷമിക്കുവാനും പഠിക്കണം. അപ്പസ്തോലന്മാർ പ്രതികാരം തേടിയില്ല, അവർ വീണ്ടും സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അവർ തിരിഞ്ഞു. ഇതാണ് യഥാർത്ഥ വിജയം. ഈ സന്ദേശം നമുക്ക് ഹൃദയത്തിൽ പതിയാനായിട്ട് ഇങ്ങനെ നമുക്ക് പറഞ്ഞുകൂടെ: ക്രിസ്തുവിനായി സഹിക്കുന്നവർ സന്തോഷത്തോടെ ജയിക്കും. അതെ, നാം സഹിക്കുന്ന ഓരോ വേദനയും ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ അത് സന്തോഷമായി മാറും. വേദന നമ്മെ തകർക്കുവാനല്ല, നമ്മെ രൂപപ്പെടുത്തുവാനാണ്. ദൈവസന്നിധിയിലേക്ക് നമ്മെ ഫലമേൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നിന്റെ നാമത്തിനായി ജീവിക്കാൻ ഞങ്ങളെ വിളിച്ചതിന് നന്ദി. ഞങ്ങൾ നേരിടുന്ന പരീക്ഷണങ്ങളിലും അപമാനങ്ങളിലും ഞങ്ങൾ ദുർബലരാകുന്നു. അപ്പസ്തോലന്മാരെ പോലെ നിന്റെ നാമത്തിനായി സഹിപ്പാൻ ധൈര്യവും സന്തോഷവും ഞങ്ങൾക്ക് നൽകണമേ. വേദനകളിൽ നിന്റെ മഹത്വം കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ നാമത്തിനായി സഹിക്കുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.